1993 പുറത്തിറങ്ങിയ ദേവാസുരം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി 2001 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് രാവണപ്രഭു. ഒരു ഫ്യൂഡൽ മാടമ്പിയെ അവതരിപ്പിച്ച നീലകണ്ഠനിൽ നിന്നും അദ്ദേഹത്തിന്റെ മകനായ കാർത്തികേയന്റെ കഥ പറയുന്ന ഒരു ഓൾ ടൈം എന്റർടൈനർ മാസ് ചലച്ചിത്രമായിരുന്നു രാവണപ്രഭു. ദേവാസുരത്തിന്റെ തിരക്കഥയാണ് രഞ്ജിത്ത് നിർവഹിച്ചതെങ്കിൽ രാവണപ്രഭുവിന്റെ സംവിധാനം അദ്ദേഹം തന്നെയായിരുന്നു. മോഹൻലാലിനെ കൂടാതെ വസുന്ധരാദാസ്, സിദ്ദീഖ്, നെപ്പോളിയൻ, ഇന്നസെന്റ് അങ്ങനെ ഒരു പിടി താരനിരയാണ് ഈ സിനിമയിൽ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ഒരുപക്ഷെ ഇത്രയധികം തിയേറ്ററുകളെ ഇളക്കി മറിച്ച, പുളകം കൊള്ളിച്ച മറ്റൊരു മോഹൻലാൽ ചിത്രം ഇതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ലാലേട്ടന്റെ മാസ് കഥാപാത്രത്തിനോടൊപ്പം തന്നെ സിനിമയെ ഇത്രയധികം സ്വീകാര്യമാക്കിയത് ഇതിലെ പാട്ടുകളാണ്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് മലയാളത്തിലെ മാസ് എന്റർടൈനറുകൾക്കെല്ലാം സംഗീതമൊരുക്കിയിട്ടുള്ള സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു. ഈ കഴിഞ്ഞ മാസം ഈ സിനിമ വീണ്ടും 4K റീമാസ്റ്റേർഡ് ആയി തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും ഇതിന്റെ ഗാനങ്ങൾക്കൊപ്പം പുതിയ തലമുറ പോലും ആർത്തുല്ലസിക്കുന്നത് നമുക്കെല്ലാവർക്കും അത്ഭുതം പകരുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ ഗാനങ്ങളുടെ എല്ലാം കാലാതീതമായ സ്വീകാര്യം. രാജകീയമായ ഒരു സദസ്സാണ് ഗാനത്തിന്റെ പശ്ചാത്തലം. അതിനാൽ തന്നെ ഇതിലെ ഓരോ വരികളും രാജകീയമായി തന്നെയാണ് ഗിരീഷ് പുത്തഞ്ചേരി ഒരുക്കിയിരിക്കുന്നത്. പാട്ടിന്റെ ആദ്യഘട്ട റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ സംഗീത സംവിധായകൻ സുരേഷ് പീറ്റേഴ്സ് ജയേട്ടനോട് പറഞ്ഞു, ജയേട്ടാ ഇത് നമുക്ക് ഒന്നുകൂടി എടുത്താലോ? എന്നാൽ ജയേട്ടൻ അപ്പോൾ പറഞ്ഞത് എനിക്ക് കുറച്ച് സമയം വേണമെന്ന്. അങ്ങനെ അദ്ദേഹം കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും വന്ന് ഒറ്റ ടേക്കിൽ ഈ പാട്ട് വീണ്ടും പാടി. അങ്ങനെ ഉണ്ടായ പാട്ടാണ് ഇപ്പോൾ നമ്മൾ സിനിമയിൽ കേൾക്കുന്ന അറിയാതെ അറിയാതെ. ഘനഗാംഭീര്യമായ പദങ്ങൾ ഒരുക്കിയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഓരോ പദങ്ങളും എത്ര മനോഹരമായാണ് ജയേട്ടൻ ഇതിൽ പാടി വെച്ചിരിക്കുന്നത്. ചിത്രചേച്ചിയുടെ മധുരം പൊഴിക്കുന്ന ശബ്ദം കൂടിയാകുമ്പോൾ പാട്ട് നമ്മളെ ശരിക്കും ഒരു ദേവതലത്തിലേക്ക് ഉയർത്തുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വരി ഇതിനകത്തുണ്ട്. നീ വനവലാകയായി പാടുന്നു. എന്താണ് ഈ വനവലാക? പുരാണങ്ങളിൽ പറയപ്പെടുന്ന ഒരു തൂവെള്ള നിറമുള്ള മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പക്ഷിയാണ് വനവലാക. കഥയിലെ നായികയായ ജാനകിയെ ഈ സ്വർഗീയമായ പക്ഷിയുമായിട്ടാണ് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ഉപമിച്ചിരിക്കുന്നത്. എത്ര മനോഹരമല്ലേ! ഈ ഒരു ഗാനരംഗം ചിത്രീകരിച്ചിരിക്കുന്നതിൽ ലാലേട്ടനും വസുന്ധരാദാസിനും സംവിധായകൻ നൽകിയിരിക്കുന്ന വേഷവിധാനം വളരെയധികം എടുത്തു പറയേണ്ടതാണ്. രാവണന് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള അവതരണം. ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീനിൽ സിദ്ദീഖ് ലാലേട്ടനോട് പറയുന്നുണ്ട്, നിങ്ങളാണ് രാവണനെങ്കിൽ നായകൻ ചുറ്റിപ്പോവും സാറെന്ന്. എത്ര ലളിതമായാണല്ലേ സംവിധായകൻ ഈ ഒരു വിവാദമായേക്കാവുന്ന ടോപ്പിക്കിന് അന്ത്യം കുറിച്ചത്. രാമായണത്തിൽ സീതാദേവിയെ രാവണൻ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നല്ലോ. അതുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ പോലും ലാലേട്ടൻ നമ്മുടെ നായികയെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സീൻ ഇതിനുള്ളതിനാലായിരിക്കണം ഒരു രാവണ സീതാ പരിണയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ കഥയ്ക്ക് സംവിധായകൻ നൽകിയത്. എന്നാൽ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഗാനരംഗം അവരുടെ പ്രണയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. റിട്രോ ടോക്സിന്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. എല്ലാ തരം അഭിപ്രായങ്ങളും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.